എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് തൊഴിൽ തടസ്സം മാറാനുള്ള കുറച്ച് ഒരു 3 പരിഹാരങ്ങൾ. അതായത് തൊഴിൽ കിട്ടാത്തവർ, ജോലിയിൽ കിട്ടാത്തവർ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുള്ളവർ, ജോലിയിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഒരു ജോലി ഇല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുക്കുന്നവരാണെങ്കിലോ, ജോലി സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിലോ ഒക്കെ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പരിഹാരം ഞാൻ പറയുന്നത് സൂര്യ ഭഗവാന്റെ അനുഗ്രഹമാണ്. അതായത് നിങ്ങൾ സൂര്യഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സൂര്യഭഗവാന് ദിവസവും രാവിലെ സൂര്യഭഗവാൻ ഇറക്കി നൽകുന്നതും സൂര്യസ്തോത്രമായ ജപാകുസുമ സങ്കാശം എന്ന് തുടങ്ങുന്ന നവഗ്രഹ സ്തോത്രത്തിലെ സൂര്യ ശ്ലോകം ദിവസവും ഒരു 12 തവണ വീതം കുറഞ്ഞത് ചൊല്ലുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ കഴിയുന്നതും കുളിച്ച് ശുദ്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞില്ലെങ്കിൽ കൈയും കാലും മുഖം കഴുകി ജസ്റ്റ് തലയിൽ വെള്ളം ഒന്ന് തളിച്ച് തുടച്ചാലും മതി. അപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് മുന്നേ മാക്സിമം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഒരു ഞായറാഴ്ച മുതൽ തുടങ്ങണം. പിന്നെ ഉള്ളൊരു പരിഹാരം ശ്രീ ഗണപതി ഭഗവാന്റെ അനുഗ്രഹമാണ്. ഗണപതി ഗായത്രി ദിവസവും ചൊല്ലുന്നത് നല്ലതാണ്. 108 തവണയാണ് കൂടുതൽ നല്ലത്. അതുമല്ലെങ്കിൽ 51 തവണ, അല്ലെങ്കിൽ 48 തവണ, അല്ലെങ്കിൽ 36, 21, 18 അങ്ങനെയുള്ള തവണകൾക്ക് കഴിയുന്നതും കുറഞ്ഞത് ഒരു 21 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അപ്പോൾ 2 നേരം ചൊല്ലിയാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ രാവിലെ മാത്രം ചൊല്ലാം, അതുമല്ലെങ്കിൽ വൈകുന്നേരം മാത്രം ചൊല്ലാം. കഴിയുന്നതും രാവിലെ ചൊല്ലുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഒരു വെള്ളിയാഴ്ച തുടങ്ങി ജപം ആരംഭിക്കുക. പറ്റുമെങ്കിൽ അടുത്ത് ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ മാത്രം ഗണപതി നാളികേരമോ കറുകമാലയോ എന്തെങ്കിലും വെള്ളിയാഴ്ചകളിൽ ഭഗവാനെ നടക്ക് വെച്ച് പ്രാർത്ഥിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം ശ്രീ ഹനുമാനെ ഭജിക്കുക എന്നുള്ളതാണ്. ഹനുമാൻ ശ്ലോകമായ മനോജവും മാരുതുല്യവേഗം എന്ന ശ്ലോകമോ, അല്ലെങ്കിൽ എത്ര രഘുനാഥ കീർത്തനം എന്ന ശ്ലോകമോ, ഹനുമാൻ ധ്യാന ശ്ലോകമോ ചൊല്ലാവുന്നതാണ്. അപ്പോൾ ചൊല്ലുന്നതിന് മുന്നേ എത്ര തവണയാണെങ്കിലും അത്രയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ രാമനാമ ജപം നിർബന്ധമാണ്. അതുപോലെ ശനിയാഴ്ചകളിലോ വ്യാഴാഴ്ചകളിലോ ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഈ വഴിപാടുകളൊക്കെ നിങ്ങളുടെ അടുത്ത് അവരുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ സൂര്യക്ഷേത്രമൊക്കെ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞായറാഴ്ചകളിൽ ക്ഷേത്രമില്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെങ്കിലും പോകാൻ പറ്റിയാൽ നല്ലതാണ്. അപ്പോൾ കഴിയുന്നത് ഈ പ്രാർത്ഥന അതുപോലെ ചൊല്ലാൻ ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്താൽ മതി. അപ്പോൾ നമസ്കാരം. പറ്റുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.